ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ബീഫും ഈന്ത് പിടിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഈന്ത് കൊണ്ടുവന്നങ്ങാണ്ട് പൊളിക്കണതും ക്ലീൻ ചെയ്യണതും ഉണക്കണതൊക്കെ ഒരു വീഡിയോ ആയിങ്ങാണ്ട് ഇതിൻ്റെ മുന്നിട്ടീനും. അപ്പോൾ നമ്മളിനി ഇതുകൊണ്ട് കറി എന്തെങ്കിലും വെക്കുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞേനും. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ടിട്ട് ഇത് പിടിയാക്കി വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിക്ക് ബീഫ് എടുത്തിട്ട് നല്ലോണം ക്ലീൻ ആക്കിങ്ങാണ്ട് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെറിയൊരു മൺചട്ടിയിൽ ഇട്ടുങ്ങാണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീഫ് നമ്മൾ സാധാരണ വെക്കുമ്പോൾ തന്നെ ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അത് ഒന്നും കൂടി ചതച്ചെടുത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 2-3 സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മുളക് പൊടി 2-3 സ്പൂൺ അതും ഇടുന്നുണ്ട്. കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മളെ പിടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ കുറച്ച് പൊടികൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. 2 തണ്ട് കറിവേപ്പില നല്ലോണം കഴുകിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാളയും അതേപോലെ പച്ചമുളകും ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മളെ പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം പാത്രത്തിലിട്ടിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മളെ ഈന്തിൻ്റെ പൊടിയാണ്, നന്നായിട്ട് ഉണക്കി പൊടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് കിട്ടാത്തവർക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഈ പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ചോദിച്ചാൽ. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മൾ പത്തിരിക്കൊക്കെ നൈസ് പത്തിരിക്കൊക്കെ പൊടി വാട്ടണത് പോലെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ വാട്ടിയെടുക്കണം. എന്നിട്ട് സാധാ പോലെ തന്നെ കയ്യിലിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇത് വെച്ചിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ അടുത്ത വീഡിയോ പായസമായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇതേപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിയാക്കി എടുക്കണം കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എങ്ങനെ വെച്ചാലും ചെയ്യാം. ഇങ്ങനെ ചെറുതാക്കി ഉരുട്ടിയിട്ട് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഇതിൽ എല്ലാവരെ പിടിയുണ്ട്. ഇതിൽ പല മോഡലുമാണ്. അപ്പോൾ ഇത്രയാണ് അതുകൊണ്ട് കിട്ടിയത്. കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇനി നമ്മൾ അതേ പാത്രത്തിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കട്ടുണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ചണം. വെള്ളത്തിൽ തിളച്ച വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇത് ഇതേപോലെ പൊന്തി വരും. നമ്മളിത് ഫസ്റ്റായിട്ട് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് താന്ന് കിടക്കേക്കാരം. അപ്പോൾ ഇത് നല്ലോണം വെട്ടി തിളക്കണം ഇതിൻ്റെ കട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പിടി ഇതിൽ കടന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചവെള്ളത്തിൽ ഇട്ടുകൊണ്ട് അതിൻ്റെ കൊഴുപ്പൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിക്കണ്. ഇനി നമ്മളെ പിടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് ഇത് റെഡിയാക്കാൻ കുറച്ച് പണിയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എവിടെന്നെങ്കിലുമൊക്കെ എന്ത് കിട്ടുമ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ടി. അല്ലെങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ പൊടി കിട്ടുന്നുണ്ടെന്ന് പറയണ കേട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിക്കാണ്ടൊന്ന് ഉണ്ടാക്കി നോക്കോണ്ടി. നല്ല ടേസ്റ്റ് തന്നെയാണത് കഴിക്കാൻ.
ഇനി നമ്മളിതൊന്ന് ലാസ്റ്റായിട്ട് ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ചെറിയുള്ളി ക്ലീനാക്കി എടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. ഇനി അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ടെടുത്തു. ഇനി ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ട് നമുക്ക് നമ്മളെ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മളെ പിടിക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. നമ്മളെ ഈന്തിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കണേ, ബീഫിൻ്റെയും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെയും പറയാണ്, നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. എല്ലാവരും കിട്ടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.